തൊഴിലാളി ദിനമായി ഇന്ന് ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലെ ബുദ്ധ കോളനിയിൽ നിന്ന് ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. അവിടെ ഒരു കൽപ്പണിക്കാരനായ യുവാവിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തി. പട്നയിലെ ബുദ്ധ കോളനി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടക്കുന്നത് ഒരു തൊഴിലാളി ദിനത്തിലാണെന്നതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം. തൊഴിലാളി ദിനത്തിൽ തൊഴിലാളികളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത്. ബുദ്ധ കോളനിയിലെ രാജപാലത്തിന് സമീപമാണ് 31 വയസ്സുള്ള ശിവശങ്കർ ചൌഹാൻ എന്ന കൽപ്പണിക്കാരൻ കൊല്ലപ്പെട്ടത്. സംഭവ ദിവസം ശിവശങ്കറിന്റെ വീട്ടിൽ വിവാഹാഘോഷങ്ങൾ നടക്കുകയായിരുന്നു. വ്യാഴാഴ്ചത്തെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം പുലർച്ചെ 4 മണിയോടെ ചായ കുടിക്കാനായി പുറത്തുപോയതായിരുന്നു ശിവശങ്കർ. അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ ഒരു സ്ത്രീ അടക്കമുള്ള ഒരു സംഘം ആളുകൾ ശിവശങ്കറിനെ വഴിയിൽ വെച്ച് തടയുന്നതും ക്രൂരമായി ആക്രമിക്കുന്നതും അടക്കം നമുക്ക് കാണാം. ആ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 6 മണിയോടെ റോഡരികിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായി ശിവശങ്കറിന്റെ കുടുംബത്തിന് ഒരു വിവരം ലഭിച്ചു. മരിച്ചത് ആരാണെന്ന് അറിയാനായി അവിടെ എത്തിയപ്പോഴാണ് ആ മൃതശരീരം ശിവശങ്കറിന്റേതാണെന്ന് കുടുംബം മനസ്സിലാക്കുന്നത്. ആക്രമിച്ച് അവശനാക്കിയ ശിവശങ്കറിനെ അക്രമി സംഘം പിന്നീട് റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ തലക്കേറ്റ ഗുരുതരമായ പരുക്കാണ് മരണകാരണമെന്ന് ചെറിയൊരു സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. मोहल्ले में जो कि मैनपुरा के सिर्फ इधर बुद्धा कोली थाना क्षेत्र का जो एरिया है उस एरिया में उन्होंने एंट्री करने कैमरा या अन्य माध्यम से जो पता चल रहा है वो कि किसी व्यक्ति उसको खदेड़ते हुए आ रहे हैं तो दिखे हैं उसमें। उसके बाद रोड पर चले आए, वहाँ पर जाकर किसी से टकरा के गिर गए हैं और गिरने के बाद वहीं गिरे रह गए। उस समय किसी के द्वारा उनको प्राथमिक उपचार या अन्य माध्यम से नहीं दिया जा सका। पुलिस को जानकारी भी नहीं मिल पाई थी। पुलिस को जानकारी सुबह मिली जब उन्होंने घटना हो गई, मतलब उनकी जो घटना डेड बॉडी मिली थी तो जानकारी मिली पुलिस पहुंची है. നിലവിൽ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ശിവശങ്കറിനെ ആക്രമിച്ച സ്ത്രീ അടക്കമുള്ള സംഘം ആരെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശിവശങ്കർ അവശനായി വീഴുന്നതുവരെ സംഘം മർദ്ദിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൂടാതെ അക്രമി സംഘത്തിലെ സ്ത്രീയുടെ സാന്നിധ്യവും പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.